വിശ്വാസികൾക്കെതിരെ സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ വിഭാഗം വിശ്വാസികൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല പ്രക്ഷോഭം തുടങ്ങിയത് ജാതി മേധാവിത്വമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. EMS അക്കാദമി സംഘടിപ്പിച്ച കേരള സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണം എന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടതുപക്ഷ ധ്രുവീകരണത്തിന് ശബരിമലയെ ഉപയോഗപ്പെടുത്തി ജാതിമത ശക്തികളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾക്ക് പിന്നിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. LDF സർക്കാർ വിശ്വാസികൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. വിശ്വാസികൾക്കെതിരെ ആരെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? CPIM-ന്റെ ശക്തി എടുത്ത് പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷം വിശ്വാസികളല്ലേ? അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണോ CPIM പോകുന്നത്? എല്ലാ വിശ്വാസികൾക്കും നമ്മുടെ നാട്ടിൽ പ്രവർത്തന സ്വാതന്ത്ര്യം വേണം എന്ന മട്ടിൽ ശക്തമായി ഇടപെടുന്ന നിലയാണല്ലോ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ശബരിമല വിധി സ്ത്രീകളുടെ അവകാശത്തിന്റെ വിധി കൂടിയാണ്. ഫ്യൂഡൽ മേധാവിത്വത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ശക്തമായ ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്ന 91 ഹൈക്കോടതി വിധി തെറ്റായിരുന്നുവെന്ന് സുപ്രീം കോടതി വിധിയോടെ ബോധ്യമായിരിക്കുകയാണ്. അന്നത്തെ വിധി ബോധപൂർവമുള്ളതായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 1991 വരെ ഈ പറഞ്ഞ പ്രശ്നമില്ലല്ലോ. ഈ 91 വരെ മാസാദ്യ പൂജക്കൊക്കെ സ്ത്രീകൾ അവിടെ എത്തിയിരുന്നല്ലോ. 91 ഒരു ജഡ്ജിയുടെ ഉത്തരവ് വരുന്നു. ആ ജഡ്ജി ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബോധപൂർവമാണ്. ശബരിമലയുടെ മറവിൽ ജാതിമത ശക്തികളെ ഒന്നിപ്പിക്കാനാണ് RSS സംഘപരിവാർ ലക്ഷ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശബരിമല കർമ്മസമിതിക്ക് NSS നൽകിയ പിന്തുണ ഇതിന് തെളിവാണ്. ഇന്ന് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ വിരുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ പേരിൽ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഈ വിഭാഗത്തിലെല്ലാമുള്ള ജാതിമത ശക്തികളെ ഏകോപിപ്പിക്കാനുള്ള ശക്തമായ നീക്കം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അമൃതാനന്ദമയി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ കർമ്മസമിതിയുടെ അയ്യപ്പ ഭക്തസംഗമത്തിൽ പങ്കെടുക്കുന്നത് എങ്ങനെയെന്നും കോടിയേരി ചോദിച്ചു. അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു മഠമാണ്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളുടെ അതേ അവസ്ഥ കേരളത്തിലും വന്നുയരും. ഇത്തരം മഠങ്ങളാണ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ആത്മീയമായി പ്രവർത്തിക്കുന്ന ആൾ ദൈവങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതേ അവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനുള്ള ചുവടുവെപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശില്പശാലയിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വിവിധ വിഷയങ്ങളിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവ്, ഡോക്ടർ R ഗോപിനാഥ്, ഡോക്ടർ KP അരവിന്ദൻ, ഡോക്ടർ NK ജയകുമാർ, N സുകന്യ, ഡോക്ടർ KK ഗണേഷ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റ് പടിക്കൽ BJP നടത്തിവന്ന സമര നാടകത്തിന് ഗത്യന്തരമില്ലാതെ തിരശ്ശീല വീണു. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഗാന്ധിയൻ ഗോപിനാഥൻ പിള്ള, PK കൃഷ്ണദാസൻ നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. അതേസമയം കണ്ണിൽ പൊടിയിടാൻ അടുത്തഘട്ടം സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. ഇതിനിടെ യുവമോർച്ച യോഗത്തിലെ വിവാദ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് BJP അധ്യക്ഷൻ ശ്രീധരൻ പിള്ള പ്രതികരിച്ചു. ശബരിമല വിഷയമുയർത്തി BJP കഴിഞ്ഞ 49 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം വിരലിലെണ്ണാവുന്ന പ്രവർത്തകരെ സാക്ഷിയാക്കിയാണ് അവസാനിപ്പിച്ചത്. ഗാന്ധിയൻ നെയ്യാറ്റിങ്കര ഗോപിനാഥൻ നായർ കൃഷ്ണദാസിന് നാരങ്ങനീര് നൽകി സമരം അവസാനിപ്പിച്ചപ്പോൾ മുദ്രാവാക്യമോ കയ്യടിയോ ഉണ്ടായില്ല. നിരാശയിൽ ഉയർന്ന നേരിയ ശരണം വിളിയിലൊതുങ്ങി അണികളുടെ ആവേശം. ശബരിമല വിഷയം രാഷ്ട്രീയ സുവർണാവസരമാക്കാനുള്ള BJP നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് അധ്യക്ഷൻ ശ്രീധരൻ പിള്ളയുടെ മുഖത്തിനേറ്റ അടിയായിരുന്നു സെക്രട്ടേറിയറ്റ് നടയിലെ സമരത്തിന്റെ ദയനീയ പരാജയം മറച്ചുവെക്കാൻ ശ്രീധരൻ പിള്ള വക പുതിയ സമരപ്രഖ്യാപനവും ഉണ്ടായി. സമരത്തിന്റെ 6ാം ഘട്ടമായി ജനസമ്പർക്ക യജ്ഞസമരമെന്ന് ശ്രീധരൻപിള്ള പ്രഖ്യാപിച്ചപ്പോൾ കഴിഞ്ഞ 5 ഘട്ട സമരം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അമ്പരപ്പിലായിരുന്നു പ്രവർത്തകർ. ഒപ്പം ശബരിമല വിഷയം രാഷ്ട്രീയ സുവർണാവസരമാണെന്ന തന്റെ മുൻ നിലപാട് ശ്രീധരൻപിള്ള ആവർത്തിക്കുകയും ചെയ്തു. ശ്രീധരൻപിള്ളയെ യാതൊരു മര്യാദയുമില്ലാതെ എന്റെ പാർട്ടിയുടെ യുവമോർച്ചക്കാരുടെ ഒരു പാർട്ടിയുടെ ഇന്റേണൽ മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ച 3 കാര്യം ആ 3 കാര്യം വെച്ചിട്ട് എന്തോ വലിയ കോലാഹലമുണ്ടാക്കി. ഞാൻ ആ 3 കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നു, ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്തു വന്നാലും നേരിടാൻ തയ്യാറാ.
ഓരോ ദിവസവും കഴിയും തോറും കേരള സമൂഹത്തിന് മുന്നിൽ ദേശീയ പാർട്ടിയായ BJPയുടെ പോയ്മുഖവും വ്യാജ പ്രചരണങ്ങളും അഴിഞ്ഞു വീഴുന്നതിന്റെ അവസാന കാഴ്ചയായി സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപരാജയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയിൽ യുവതി ദർശനത്തിന് പിന്നാലെ ശുദ്ധിക്രിയ നടത്തിയതിന് തന്ത്രിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ദർശനം നടത്തിയ യുവതികളിൽ ഒരാൾ ദളിതായതിനാൽ ശുദ്ധിക്രിയ അയിത്താചാരമായി കണക്കാക്കുമെന്ന് കമ്മീഷൻ അംഗം S. അജയകുമാർ വ്യക്തമാക്കി. ഈ മാസം 17-ന് ഹാജരാക്കാൻ തന്ത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരായില്ല. ഈ സാഹചര്യത്തിലാണ് നോട്ടീസ് നൽകുന്നത്. ഭരണഘടനയ്ക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും മുകളിലല്ല തന്ത്രിയെന്നും അജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് പന്തളം കൊട്ടാര പ്രതിനിധി ശശികുമാര വർമ്മ പ്രശ്നപരിഹാരത്തിനായി സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ മണ്ഡലകാലത്തുണ്ടായ വിഷയങ്ങൾ ഇനി ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ ഹിന്ദുത്വ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് RSS നടത്തുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അമൃതാനന്ദമയി ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തി സംഗമം നടത്താനാണ് RSS നീക്കം. RSSന്റെ രഹസ്യ അജണ്ടകളിൽ ഇത്തരക്കാർ വീഴരുതെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും ഇത് നൽകുകയെന്നും കോടിയേരി പറഞ്ഞു. കൊച്ചിയിൽ ഈ ബാലാനന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ ഒരു ഹിന്ദുത്വ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള നീക്കം കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന് RSSന് അണിനിരത്താൻ സാധിക്കുന്ന സമുദായ സംഘടനകളെ മറ്റു രംഗത്തിറക്കുന്നുണ്ട്. അമൃതാനന്ദമയ്യെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സംഗമം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃതാനന്ദമയ്യുടെ വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരുമായ വളരെയധികം ആളുകൾ, വിശ്വാസ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ല, സാധാരണക്കാരായ ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും വിശ്വസിക്കുന്ന അമൃതാനന്ദമയി ഒരു രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി RSS വെച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് തെറ്റായ സന്ദേശം കൊടുക്കും. അത്തരം സമീപനം അമൃതാനന്ദമയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കരുതിക്കൊണ്ട് വിശ്വാസികളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങളെ ഫലപ്രദമായി കണ്ട് ഇടപെടാൻ നമുക്ക് സാധിക്കും. അരിപ്പറമ്പിലെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. പെൺകുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും ബലാത്സംഗം നടന്നുവെന്നും റിപ്പോർട്ടിൽ. കൂടുതൽ വിശദാംശങ്ങളുമായി TP പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങളാണ് കുട്ടി നേരിടേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വിശദാംശങ്ങൾ. അയർക്കുന്നം സ്വദേശിയായ 15-കാരിയെ വ്യാഴാഴ്ചയാണ് വീട്ടിൽ നിന്ന് കാണാതായത്. തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 അതായത് അരിപ്പറമ്പിലെ ഒറവയ്ക്കൽ പ്രദേശത്ത് ഒരു ഹോളോബിക് സ്ഥാപനത്തിന്റെ സമീപത്തിൽ വാഴക്കൂട്ടത്തിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതി കസ്റ്റഡിയെടുത്ത് അജേഷിനെ കസ്റ്റഡിയിലെത്തിയിരുന്നു. മാലം സ്വദേശി അജേഷിനെയാണ് കസ്റ്റഡിയിലെത്തിയിരുന്നത്. ഇയാളിൽ നിന്നുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം അടക്കം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യമായത്. അതിനുശേഷം ഇന്ന് പെൺകുട്ടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ഇതിൽ ലൈംഗിക പീഡനം നടന്നുവെന്നും അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പ്രധാനമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. പോലീസിനോട് തന്നെ നേരത്തെ ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ കാരണങ്ങളിലേക്ക് വെളിച്ചുകൊണ്ട് സംബന്ധിച്ച് പോലീസിന്റെ ചോദ്യം ചെയ്യൽ അജേഷ് സമ്മതിക്കുണ്ടായിരുന്നു. കാരണം പീഡനശ്രമത്തിനിടെയാണ് കൊല്ലപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്നേരം പുറത്തു വന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ഈ പെൺകുട്ടിയെ കഴുത്തിൽ ഷാള് കുരുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നതാണ് എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒപ്പം ബലാത്സംഗ ശ്രമം നടന്നു, ലൈംഗിക പീഡനം നടന്നു എന്നടക്കമുള്ള റിപ്പോർട്ടും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതേ തുടർന്ന് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പോലീസിന്റെ ഒരു നേട്ടമായിട്ട് വേണം വിലയിരുത്താൻ. കാരണം ഈ പെൺകുട്ടിയെ കാണാതാവുന്നത് വ്യാഴാഴ്ചയാണ്. കാണാതായ അതിനുശേഷം വീട്ടുകാർ അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു നമ്പർ, ഏറ്റവും അവസാനമായിരുന്ന ഫോണിന്റെ നമ്പർ പരിശോധിച്ചാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതി പെൺകുട്ടിയുടെ അച്ഛന്റെ സുഹൃത്താണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയെടുക്കാൻ കഴിഞ്ഞതും ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പോലീസിനെ സംബന്ധിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു വ്യക്തത വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പീഡന ശ്രമത്തിനിടെയാണ്
പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ശരി പ്രശാന്ത്. അരിപ്പറമ്പിലെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. പെൺകുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും ബലാത്സംഗം നടന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. വിശദാംശങ്ങൾ നൽകിയത് ടി പി പ്രശാന്താണ്. സീറോ മലബാർ സഭ സിനഡ് തീരുമാനങ്ങളടങ്ങിയ സർക്കുലർ കത്തിച്ച് പ്രതിഷേധം. കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ബിഷപ്പ് ഹൌസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. വൈദികർക്കും അൽമായർക്കും സന്യസ്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് സിനഡ് വിലക്ക് ഏർപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് സർക്കുലർ കത്തിച്ചത്. ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല, ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല. സീറോ മലബാർ സഭയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വൈദികർക്കും കന്യാസ്ത്രീകൾക്കും മുന്നറിയിപ്പുമായി സിനഡ് രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി വൈദികർക്കും സന്യസ്തർക്കും കൂച്ചുവിലങ്ങിടുന്ന മാർഗരേഖ തയ്യാറാക്കാൻ സിനഡ് തീരുമാനിച്ചിരുന്നു. സമീപകാലത്തെ സമരങ്ങളും പ്രതിഷേധങ്ങളും അച്ചടക്കത്തിന്റെ സകല സീമകളും ലംഘിച്ചുവെന്നും ചില വൈദികരും സന്യസ്തരും സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെ കയ്യിലെ പാവകളായി മാറിയെന്നും സിനഡ് വിലയിരുത്തിയിരുന്നു. അച്ചടക്ക ലംഘനം നടത്തുന്നവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും സിനഡ് തീരുമാനിച്ചിരുന്നു. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കെതിരെയും സിനഡിന്റെ താക്കീതുണ്ടായിരുന്നു. ഈ തീരുമാനങ്ങൾ വിശദീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് പള്ളികളിൽ വായിക്കുന്നതിനായി ഇടയലേഖനം പുറത്തിറക്കിയത്. ഇതിനെതിരെ സർക്കുലർ കത്തിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചത്. ക്രിസ്തുവിന്റെ ആദർശങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളും അനുസരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർക്കെതിരെ ഇത്തരം ഭീഷണിയുടെ സ്വരത്തിലുള്ള സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതായത് അവർക്ക് വേണ്ടത് ഈ മഠങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ അച്ഛന്മാരാണെങ്കിലും ഇവരുടെ തെറ്റായ നടപടികൾക്കെതിരെ, അതായത് ഇപ്പോൾ ക്രിസ്തുദേവന്റെ ആശയങ്ങൾക്ക് അപ്പുറമായി ഏകദേശം ഒരു സ്വത്തുണ്ടാക്കുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയായി കത്തോലിക്ക സഭ നിലകൊള്ളുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിലായിരുന്നു കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാരാമൺ കൺവെൻഷനിൽ സ്ത്രീകൾക്കിനി പൂർണ്ണ പങ്കാളിത്തം. കൺവെൻഷനിലെ എല്ലാ യോഗങ്ങളിലും സ്ത്രീകൾക്ക് പങ്കെടുക്കാം. സ്ത്രീകളെ പങ്കെടുപ്പിക്കാനായി രാത്രി യോഗങ്ങൾ ഒഴിവാക്കി. 124ാമത് മാരാമൺ കൺവെൻഷന്റെ രാത്രിയോഗങ്ങളിലെ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയാണ് സഭാധ്യക്ഷൻ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. കൺവെൻഷന്റെ രാത്രിയോഗങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ ധ്രുവങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് സമയക്രമത്തിലുണ്ടായ ഈ മാറ്റം. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമോ മെത്രാപ്പൊലീത്ത പള്ളികളിൽ വായിക്കാൻ അയച്ച സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പമ്പ മണൽപ്പുറത്ത് ഫെബ്രുവരി 10 മുതൽ 17 വരെയാണ് ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഈ വർഷം മുതൽ വൈകുന്നേരം 5-ന് യോഗം ആരംഭിച്ച് 6:30 അവസാനിക്കും വിധമാണ് സായാഹ്ന യോഗങ്ങൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 6:30 ആരംഭിക്കുന്ന രാത്രിയോഗം 8:30 വരെ നീണ്ടുനിന്നിരുന്നു. മാരാമൺ കൺവെൻഷന്റെ രാത്രിയോഗങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ വർഷം ഉയർന്നു വന്നിരുന്നു. പക്ഷേ സഭ ഇക്കാര്യം അംഗീകരിച്ചിരുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക മേഖലകളിലെ നിലവിലെ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ കൺവെൻഷൻ ആഴ്ചയിലെ പ്രോഗ്രാം എപ്പിസ്കോപ്പൽ സിനഡിലെ അംഗങ്ങളോടും ഇക്കാര്യങ്ങൾ ആലോചിച്ചാണ് പുനഃക്രമീകരണം നടത്തിയത്. എല്ലാ ദിവസവും രാവിലെ പൊതുയോഗം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയും ഉച്ച കഴിഞ്ഞുള്ള പൊതുയോഗം 2-നും ആരംഭിച്ച് 3:30 അവസാനിക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പന്തലിൽ നടന്നു വന്നിരുന്ന യുവവേദി യോഗങ്ങളും തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലെ കുടുംബവേദി യോഗങ്ങളും വൈകുന്നേരം 4 മുതൽ 5 വരെ കോഴഞ്ചേരി മാർത്തോമ പള്ളിയിലേക്കും മാറ്റിയിട്ടുണ്ട്. സായാഹ്ന യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ പന്തലിനുള്ളിൽ പ്രവേശിച്ച് യോഗത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചെറുകൂട്ടങ്ങളായി മണൽപ്പുറത്ത് കൂടിയിരിക്കാൻ അനുവദിക്കുന്നതല്ല എന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം 28-ന് മുൻപായി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നൽകി. മാർച്ച് 2ാം വാരം പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുന്ന ഉത്തരവാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനു മുമ്പുള്ള ആദ്യ നടപടികളിലൊന്നാണ് ഉദ്യോഗസ്ഥരെ ക്രമീകരിക്കൽ. സ്ഥലം മാറ്റിയ ശേഷം മാർച്ച് ആദ്യവാരം അന്തിമ റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ ആവശ്യപ്പെടുന്നു. ഒരേ സ്ഥലത്ത് 3 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും മാറ്റണം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, ബ്ലോക്ക് വികസന ഓഫീസർമാർ തുടങ്ങിയവരുൾപ്പെടെയുള്ളവർ ഉത്തരവിന്റെ അധികാര പരിധിയിൽ വരും. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കുന്നത് കമ്മീഷൻ തടഞ്ഞിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം സംസ്ഥാനങ്ങളുടെ കാലാവധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പൂർത്തിയാവുക. മാർച്ച് 2ാം വാരം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലെ സൂചന. കഴിഞ്ഞ തവണ 9 ഘട്ടമായി നടത്തിയ പൊതുതെരഞ്ഞെടുപ്പ് ഇത്തവണ 7 തവണയായി ചുരുങ്ങാനും സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിൽ ഫാസിസത്തിന് തുടർച്ചയില്ലാതാക്കണമെന്ന എഴുത്തുകാരൻ NS മാധവൻ. ഭരണഘടനയെ തകർക്കാനാണ് മനുവാദികൾ ശ്രമിക്കുന്നതെന്നും NS മാധവൻ പറഞ്ഞു. പുരോഗമന കലാ സാഹിത്യ സംഘം കണ്ണൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു NS മാധവൻ. ജനുവരി മുതൽ മെയ് വരെയുള്ള സമയം രാജ്യത്തിന്റെ ഭാവിക്ക് ഏറെ നിർണായകമായിരിക്കുമെന്നും ജാഗ്രതയോടെ നിൽക്കേണ്ട കാലമാണിതെന്നും NS മാധവൻ ഓർമ്മിപ്പിച്ചു. BJPക്ക് അധികാര തുടർച്ച ഉണ്ടായാൽ അത് രാജ്യത്തെ നാശത്തിലേക്ക് തള്ളിയിടും. സമത്വം പ്രദാനം ചെയ്യുന്ന മഹത്തായ ഭരണഘടനയെ തകർക്കുകയാണ് ബ്രാഹ്മണീയ ശക്തികളുടെ ലക്ഷ്യം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ശബരിമല വിഷയം ഇതിന് തെളിവാണെന്നും NS മാധവൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ സമൂഹ വ്യവസ്ഥിതിയുമായിട്ട് പോരടിച്ചു നിൽക്കുന്ന ഒരു വലിയ ആശയ സംഹിതയാണ് ഈ ഭരണഘടന. ഈ ഭരണഘടനയാണ് ഇന്നും ഉയർത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മൂല കാരണമെന്ന് ബ്രാഹ്മണവാദികളും മനുവാദികളും പറയുന്നത്. അതിന് ഏറ്റവും അടുത്ത ഉദാഹരണം ശബരിമല പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ നവോത്ഥാനം സാധ്യമാകുന്നതിൽ ജാതി പ്രസ്ഥാനങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചു. ജാതി നവീകരണ പ്രസ്ഥാനങ്ങൾ സ്ത്രീ സമത്വം എന്ന ആശയത്തിന് മുന്തിയ പരിഗണന നൽകിയിരുന്നുവെന്നും NS മാധവൻ ചൂണ്ടിക്കാട്ടി. വിരിയട്ടെ മാനവികതയുടെ 100 പൂക്കൾ എന്ന മുദ്രാവാക്യവുമായാണ് പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത്. നവോത്ഥാന മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കും എതിരെ കടന്നാക്രമണങ്ങൾ രൂക്ഷമായ സന്ദർഭത്തിലായിരുന്നു ഇത്തരമൊരു പരിപാടി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ സർവീസുകൾക്കായി സർക്കാർ ശക്തമായ സമ്മർദ്ദം ചെലുത്തി വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര അനുമതികൾ ലഭ്യമാക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ തുടരുകയാണെന്നും കിയാൽ ഓഹരി ഉടമകളിലൂടെ വാർഷിക യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. കിയാൽ ഓഹരി ഉടമകളുടെ 9ാമത് വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കിയാൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ളതുമായ സംവിധാനങ്ങളാണ് കണ്ണൂരിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കണ്ണൂരിന്റെ സാധ്യതകൾ മുഴുവനായി ഉപയോഗിക്കാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ ആഭ്യന്തര സർവീസുകളും ആരംഭിക്കണം. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓഹരി ഉടമകളുടെ യോഗത്തിൽ മന്ത്രിമാരായ EP ജയരാജൻ, E ചന്ദ്രശേഖരൻ, KK ശൈലജ ടീച്ചർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, കിയാൽ MD V തുളസിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കിയാലിന്റെ ഓഹരി മൂലധനം 1500 കോടിയിൽ നിന്ന് 3500 കോടി രൂപയാക്കി ഉയർത്താനുള്ള പ്രമേയം പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പ്രവാസികൾക്ക് യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പ്രവാസികളെ ഉൾപ്പെടുത്തിയുള്ള നിക്ഷേപത്തിന് സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസമായി കോഴിക്കോട് നടന്ന കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനം പൊതുസമ്മേളനത്തോടെയാണ് സമാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടാഗോർ ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ അഭിവൃദ്ധിക്ക് പ്രവാസികളെ എങ്ങനെ പങ്കാളികളാക്കാം എന്നതിൽ നിന്നാണ് ലോക കേരള സഭ രൂപീകൃതമായതെന്ന് പിണറായി പറഞ്ഞു. എംബസികൾ പ്രവാസികളുടെ കുടുംബ വീടായി മാറേണ്ടതാണ്. എന്നാൽ പലപ്പോഴും അതുണ്ടാകുന്നില്ല. ഇതിൽ കേന്ദ്ര സർക്കാരിന് പുനർചിന്തന ഉണ്ടാകേണ്ടതുണ്ട്. എയർ ഇന്ത്യ തന്നെ യാത്രക്കാരെ കൊള്ളയടിക്കുന്നു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിലും കേന്ദ്ര ഇടപെടൽ കാര്യക്ഷമമല്ല. പ്രവാസി ക്ഷേമത്തിനായി കൺസോർഷ്യം രൂപീകരിക്കണമെന്ന ആവശ്യം കേന്ദ്രം അവഗണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസി സമൂഹത്തെക്കുറിച്ച് യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാരിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ അതീവ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ ആദരിക്കുന്ന സമീപനമാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. കോഴിക്കോട് നടന്ന 5ാം സംസ്ഥാന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റായി PT കുഞ്ഞുമുഹമ്മദിനെയും ജനറൽ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദർ MLA-യെയും ട്രഷററായി ബാദുഷാ കടലുണ്ടിയെയും വീണ്ടും തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും പ്രോക്സി വോട്ടിനുള്ള അവകാശം കുടുംബാംഗങ്ങൾക്ക് മാത്രമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അടച്ചുപൂട്ടിയ ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ. ഇതിന്റെ സാധ്യതാ പഠനത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. പാലക്കാട്ടെ കർഷകർക്ക് കൂടി ഗുണം ലഭിക്കുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്.
ചിറ്റൂർ ഷുഗർ ഫാക്ടറിയുടെ സ്ഥലം ഏറ്റെടുത്ത് പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുന്ന കാര്യം പരിഗണിക്കുന്നതായി ജില്ലാ വ്യവസായ നിക്ഷേപ സംഗമത്തിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. പാലക്കാട്ടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില കിട്ടുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. ആദ്യഘട്ട ചർച്ച ഇക്കാര്യത്തിൽ പൂർത്തിയായെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നമ്മൾ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, KCDCനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. മിക്കവാറും അത് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററും എക്സൈസ് മിനിസ്റ്ററും AK മിനിസ്റ്ററും ഞങ്ങൾ പാലക്കാട്ടിലെ എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു യോഗം കൂടാൻ തീരുമാനിച്ചു. ചിറ്റൂർ ഷുഗർ ഫാക്ടറി മലബാർ ഡിസ്റ്റിലറിയായി പുനർനാമകരണം ചെയ്തിരുന്നുവെങ്കിലും മദ്യോൽപാദനം ആരംഭിച്ചിരുന്നില്ല. ഇത് ഭക്ഷ്യോൽപാദന കേന്ദ്രമായി മാറ്റിയാൽ കാർഷിക മേഖലയ്ക്ക് കൂടി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉപ്പുവെള്ള പ്രശ്നം നേരിടുന്ന ജില്ലാസ്ഥാന നഗരമായ കാസർകോട്ടും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ശുദ്ധജലം ലഭ്യമാക്കാൻ നടപ്പാക്കുന്ന ചന്ദ്രഗിരി പുഴയിലെ ബാവിക്കര സ്ഥിരം തടയണ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 3.5 പതിറ്റാണ്ടായി ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ LDF സർക്കാർ പ്രത്യേക പരിഗണന നൽകി നടപ്പാക്കുന്ന പദ്ധതിയാണിത്. നിർമ്മാണ കാലാവധിയായ 18 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തടയണ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാരൻ. ജില്ലാസ്ഥാന നഗരമായ കാസർകോട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് 3.5 പതിറ്റാണ്ടിന്റെ കാലപ്പഴക്കമുണ്ട്. ചന്ദ്രഗിരി പുഴയിൽ നിന്നാണ് ജല അതോറിറ്റി നഗരത്തിൽ കുടിവെള്ളം ശേഖരിക്കുന്നത്. സമീപത്തെ ഗ്രാമപഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്നതും ബാവിക്കര കടവിൽ നിന്ന് തന്നെ. വേനൽക്കാലത്തെ ഉപ്പുവെള്ള പ്രശ്നം നേരിടാൻ 3.5 പതിറ്റാണ്ടായി ഇവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചു വരികയാണ്. കോടികൾ ഇതിനായി ചെലവഴിക്കുകയും പുഴ മലിനമാകുകയും ചെയ്തു വരികയാണ്. 2005-ൽ സ്ഥിരം തടയണ നിർമ്മാണത്തിന് കരാർ നൽകിയെങ്കിലും കരാറുകാരൻ പിന്മാറി. വീണ്ടും കരാർ ഏറ്റെടുത്ത രണ്ടാമത്തെ കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. മൂന്നാമത്തെ കരാർ നൽകിയത് ഇപ്പോഴത്തെ LDF സർക്കാരാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ മൂന്നാമത്തെ കരാറുകാരൻ പ്രവൃത്തി തുടങ്ങി. നിർമ്മാണ പുരോഗതി മുൻ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് നേരിട്ടെത്തി വിലയിരുത്തുകയും ചെയ്തു. പദ്ധതി കാലാവധിയായ 18 മാസത്തിനുള്ളിൽ സ്ഥിരം തടയണ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇപ്പോൾ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഇതിന്റെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വളരെ ദ്രുതഗതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. 18 മാസത്തിനകം തന്നെ പദ്ധതി പൂർത്തീകരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതോടെ കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. 28 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് കുടിവെള്ളത്തിനൊപ്പം ജലസേചനത്തിനും പ്രയോജനപ്പെടും. ഉദുമ MLA കെ കുഞ്ഞിരാമന്റെ നിരന്തര ഇടപെടൽ സ്ഥിരം തടയണ നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായി. തടയണയ്ക്കൊപ്പം പാല നിർമ്മാണവും പരിഗണനയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാലക്കാട് റൌണ്ട് ടേബിൾ സംഘടിപ്പിച്ച 4ാമത് ഹാഫ് മാരത്തണിൽ ഉത്തർപ്രദേശ് സ്വദേശിയും സൈനികനുമായ ദീപക് ചൌധരിക്ക് 1ാം സ്ഥാനം. വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ക്രിസ്ത്യൻ കാംബോവ 1ാമതെത്തി. പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നിന്നും മലമ്പുഴ ഡാം വരെയാണ് ഹാഫ് മാരത്തൺ സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ഹാഫ് മാരത്തൺ, ഫൺ റൺ, ഫാമിലി റൺ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് മത്സരങ്ങൾ നടത്തിയത്. ജനപങ്കാളിത്തം കൊണ്ട് ഹാഫ് മാരത്തൺ ശ്രദ്ധേയമായി.